കാസർഗോഡ് നെഹ്റു കോളേജിൽ പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥികൾ അപമാനിച്ച സംഭവം രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷ സംഘടനകളുടെ നീക്കം. പ്രിൻസിപ്പലിന് മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണ നൽകാൻ തീരുമാനിച്ചതോടെ SFI നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലായി. അതേസമയം അന്വേഷണ വിധേയമായി 3 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പടന്നക്കാട് നെഹ്റു കോളേജിലെ പ്രിൻസിപ്പൽ PV പുഷ്പജയുടെ വിരമിക്കൽ ചടങ്ങിനിടെ പടക്കം പൊട്ടിച്ചും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകാൻ മാനേജ്മെന്റ് തീരുമാനിച്ചതോടെ SFI നേതൃത്വം പ്രതിരോധത്തിലായി. സംഭവത്തിൽ SFI പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കുമ്പോഴും പ്രിൻസിപ്പലിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ് നടന്നതെന്നാണ് SFIയുടെ വിശദീകരണം. ഏതാണ്ട് 400-ലധികം വിദ്യാർത്ഥികൾ ഈ പടക്കം പൊട്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് ഏതെങ്കിലും സംഘടനാ വ്യത്യാസമില്ലാതെ എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒറ്റതിരിഞ്ഞ് ആരെയും ആക്രമിക്കാൻ തെറ്റായ കാഴ്ചപ്പാടുകൾ വെച്ച് തെറ്റായ താല്പര്യം വെച്ച് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചില പേരുകൾ പറയുന്നില്ല. സംഭവത്തിൽ SFIക്ക് പങ്കില്ലെന്ന് നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും പ്രിൻസിപ്പാളും മാനേജ്മെന്റും SFIയെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളായ മുഹമ്മദ് അനീസ്, ശരത് ദാമോദരൻ, MP പ്രവീൺ എന്നിവർ SFI പ്രവർത്തകരാണെന്നാണ് പ്രിൻസിപ്പലിന്റെ ആരോപണം. നിയമപരമായ നടപടി സ്വീകരിക്കാൻ പ്രിൻസിപ്പലിന് എല്ലാവിധ പിന്തുണയും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. SFI ആണ് കാരണം ഈ ക്യാമ്പസിൽ SFI യൂണിയനാണ് സജീവമായിട്ടുള്ളത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ പിറകിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സംഭവത്തിന് ഉത്തരവാദികളായ വിദ്യാർത്ഥികൾക്ക് കോളേജ് തല സസ്പെൻഷന് പുറമെ ക്രിമിനൽ കുറ്റത്തിനും നടപടി നേരിടേണ്ടി വരും. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.